കേരളം മുൾമുനയിലാണ്. ആശങ്ക വളരെ കൂടുതലാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. കാരണം നമുക്കറിയാം, മഴ തുടങ്ങിക്കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ടൊരു 4 മണിയൊക്കെ കഴിയുമ്പോൾ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉണ്ടാകുന്നത്. പല സ്ഥലങ്ങളിലും യെല്ലോ അലർട്ടൊക്കെ പലപ്പോഴും പ്രഖ്യാപിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം മഴയുടെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഭയപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ്. ജാഗ്രതയ്ക്കൊപ്പം ഭയവും വേണം എന്നുള്ളതാണ്. നമുക്കറിയാം, മഴ വരുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചിലൊരാളി കത്തലുണ്ട്. ഇത് പ്രളയത്തിലേക്ക് മാറുമോ എന്നുള്ളത്. 2019-ലും 2022-ലും പ്രളയത്തെ അഭിമുഖീകരിച്ചവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഈ 2 പ്രളയങ്ങളിൽ നിന്നും നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. പക്ഷേ ഇവിടുത്തെ സർക്കാരുകൾ ഒരു പാഠവും പഠിച്ചില്ല എന്നുള്ളതാണ്. ഇനിയും ഇപ്പോൾ വയനാട്, മുണ്ടക്കൈ, ചൂരൽമലയൊക്കെ ഒലിച്ചു പോയത് നമ്മൾ നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് അവിടുത്തെ ജനങ്ങൾക്കുണ്ടായത്. വീടുകളും വസ്തുക്കളും മക്കളെയും അമ്മയെയും അച്ഛനെയും കുടുംബാംഗങ്ങളെയും ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടു പോയത് നോക്കി നിൽക്കേണ്ടി വന്നവരാണ്. അവിടെ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, അത് കൃത്യമായി ഗൗനിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി അവിടെ പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു. നഷ്ടപ്പെട്ടവർക്കെല്ലാം തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാണാതായവരെ മരിച്ചതായി കണക്കാക്കുന്നു എന്ന് സർക്കാർ പറയുന്നു. മണ്ണിലടിയിൽ പോയ ജീവനുകൾക്ക് എന്തുത്തരമാണ് നമ്മുടെ കയ്യിലുള്ളത്? ഒന്നിനില്ല എന്നുള്ളതാണ്. അപ്പോൾ മഴ വരുമ്പോൾ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ, ശക്തമായ കാറ്റുണ്ടാകുമ്പോഴൊക്കെ നമ്മളെ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു അവയർനെസ് ആയിട്ട് എപ്പോഴും പറയുന്നത്, പലരും പറഞ്ഞിട്ടുണ്ട് ജാഗ്രത മതി. ഒരിക്കലുമില്ല. ജാഗ്രതയോടൊപ്പം ഭയവും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭയത്തിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്ന് നമ്മളെ തന്നെ നമ്മൾ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. സർക്കാർ സംവിധാനങ്ങളൊന്നും നമ്മളോടൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഒരുപക്ഷെ സൈന്യം അവർ എന്തും ത്യജിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുക. കടലിൻ്റെ മക്കൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ ജീവൻ കളഞ്ഞ് നമുക്ക് വേണ്ടി അവർ പെരുമഴയത്തും അടിയൊഴുക്കുകളിലും ഒക്കെ അവർ ഇറങ്ങുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ DYFI പോലുള്ള, സേവാഭാരതി പോലുള്ള KSUവിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ യുവജന സംഘടനകൾ ഇവിടെ ഇറങ്ങും എന്നുള്ളത്. കാരണം അവരൊക്കെ അപ്പോൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് ജനജീവിതത്തിനാണ് അവർ മുൻതൂക്കം കൽപ്പിക്കുന്നത്. ചൂരൽമലയിലൊക്കെ വന്ന് ഈ ജനങ്ങൾ മരവിച്ച് നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ച് നിൽക്കുമ്പോൾ, ഈ കാട മുട്ടയുടെ ഫ്രൈ ഒക്കെ വയനാട് കിട്ടുന്നത് വളരെ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത മന്ത്രിമാർ, അധികൃതരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഓർമ്മ വേണം. അവിടുത്തെ ഫുഡ് ആസ്വദിക്കാൻ പോയവരാണ് പലരും. കാരണം അവർക്കൊക്കെ ഒരു മഴ വരുമ്പോൾ അവരെ സംരക്ഷിക്കാനും അവരെ സുരക്ഷിതരാക്കാനും ഇവിടെ സംവിധാനങ്ങളുണ്ട്. നമ്മളാണ് പെരുവഴിയിൽ നമ്മുടെ ജീവിത സൗകര്യങ്ങളാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയോടെ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച വയനാട്, കണ്ണൂർ ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകണം. ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ, ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവർ, കടലോര മേഖലയിൽ താമസിക്കുന്നവർ, വെള്ളം ഒരുപാട് ഉയരാൻ, അല്ലെങ്കിൽ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ആ പ്രദേശം വെള്ളം പകുതിയോളം കയറുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ഒന്ന് മാറി താമസിക്കണം. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് ഈ വെള്ളം പൊങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾ ഇന്ന് തന്നെ മാറണം. അതായത് ഒരു വെള്ളം പൊങ്ങി വന്ന്
ഒരു മിനിറ്റിന് മുന്നേ ആയിരിക്കും പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് മാറണമെന്ന്. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ അത്രത്തോളം വളരെ പുരോഗതിയിലെത്തി നിൽക്കുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രളയത്തിലൊക്കെ നമുക്കറിയാം മന്ത്രി കാണിച്ചു വെച്ച വിവരമില്ലായ്മയുടെ ഫലം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിച്ചതാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളതിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക. അപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ അവഗണിച്ചു. പശ്ചിമ മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ ഫലമൊക്കെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു സമീപനമാണ്, നമ്മുടെ എന്ന് പറയുന്നത് ജനങ്ങളുടെ അല്ല അധികൃതരുടെ ഒരു സമീപനമാണ് പലപ്പോഴും ഈ പ്രളയവും ഈ ദുരന്തവും ഭൂകമ്പവും ഈ ചക്രവാത ചുഴിയും ശക്തമായ കാറ്റും ഇടിമിന്നലും മഴയും ഒക്കെ ഉണ്ടാകുന്നത്. സത്യത്തിൽ ഒരു മഴ വരുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഭയമാണ്. അതായത് ഒന്ന് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നുള്ള ഭയം. കഴിഞ്ഞ കുറേ നാളുകളെ ആ ഭയത്തിലാണ് ഇങ്ങനെ മലയാളികൾ ജീവിക്കുന്നത്. പിന്നെ മറ്റൊന്ന് പ്രളയം ഉണ്ടാകുമോ എന്നുള്ള ഭയം, ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്നുള്ള ഭയം. ഇപ്പോൾ ഈ തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുമോ എന്നതിനേക്കാൾ ഭയമാണ് ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് മഴ വന്നാൽ എന്നുള്ളതാണ്. മഴയെ പ്രതിരോധിക്കാൻ ഇപ്പം വരുന്ന മഴയെ പിടിച്ചു നിർത്താനൊന്നും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. മഴ വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിതത്തെ അത് ദുസ്സഹമാക്കാതെ എന്ത് ചെയ്യാൻ കഴിയും? ഈ എന്താ പറയുക, മഴ വരുന്നതിന് മുമ്പേ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി അവരുടെ ജീവനെങ്കിലും തിരികെ നൽകാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. അത് ഇതുവരെ നടത്തിയില്ല. ഇപ്പോൾ സൈന്യത്തിൻ്റെയൊക്കെ ദുരന്ത നിവാരണ സേനയുടെ ഒക്കെ ഒരു സഹായമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ തുടരെ സിനിമ കണ്ടതിൽ നിന്നാണ് 2018 സിനിമ കണ്ടപ്പോഴാണ് പ്രളയത്തിൻ്റെ ഒരു അതിശക്തമായ ഒരു ഭീകരത എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ തുടര സിനിമയിൽ അതിൻ്റെ കഥയിൽ നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും അതിൻ്റെ തുടക്കത്തിലും ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു തീവ്രത, ഈ മണ്ണിനടിയിൽപ്പെടുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അവരുടെയൊക്കെ ശരീരം നമുക്ക് കാണാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. അവിടേക്കാണ് ഈ ദുരന്ത നിവാരണ സേനയ്ക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടത്. കാരണം അവർ സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ട് അവർ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ മഴ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കടലിൽ മത്സ്യബന്ധനത്തിന് പോകാതിരിക്കുക, ബോട്ടുകൾ ഇറക്കാതിരിക്കുക, ഈ ബോട്ടുകൾ അല്ല വള്ളങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കെട്ടാതിരിക്കുക. അത് വലിയ ശക്തമായ മഴ ഒക്കെ കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ തമ്മിലടിച്ചത് പിന്നെ ഉപയോഗശൂന്യമാകാനുള്ള സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലുള്ള സ്ഥലങ്ങളിലുള്ളവർ ബന്ധു വീടുകളിലോ അല്ലെങ്കിൽ മറ്റ് ലേബർ ക്യാമ്പുകളിലോ ഒക്കെ പോകാനുള്ള മനസ്സ് കാണിക്കുക. അപ്പോൾ ഇതൊക്കെ വലിയ തയ്യാറെടുപ്പുകളുടെ മുന്നോടിയാണ്. ഇനി മഴയാണ്. ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പണ്ട് വേനൽക്കാലമായതുകൊണ്ടാണ് അവധിയൊക്കെ നൽകുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. മാർച്ചിലും മഴയുണ്ട്, ഏപ്രിലും മഴയുണ്ട്, ജൂണിലും മഴയുണ്ട്, ജൂലൈയിലും മഴയുണ്ട്, ഓഗസ്റ്റിലും ഒക്കെ മഴയുണ്ട്. എല്ലാ സമയങ്ങളിലും മഴയാണ്. ആ മഴ ഈ ഭീകരാവസ്ഥയിലേക്ക് പോകുന്നത് എപ്പോഴാണെന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ജാഗ്രതയും ഭയവും ഒക്കെ പുലർത്തി ആളുകൾ മുന്നോട്ട് പോവുക. സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇഴഞ്ഞു നീങ്ങുകയാണ്. പക്ഷെ നമുക്കങ്ങനെയല്ല. നമ്മുടെ ജീവനും സ്വത്തുമൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ അതിൽ മുന്നോടിയായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, എന്തൊക്കെ പ്രതിരോധങ്ങൾ തീർക്കാൻ നമുക്ക് കഴിയുമോ അതൊക്കെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോകും.